Hello friends, welcome back to my channel Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മസാല ചായയുടെ റെസിപ്പിയാണ്. ഈ ചായ കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ജലദോഷം, ചുമ, തലവേദനകളിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടുകയും നമ്മുടെ ക്ഷീണമൊക്കെ പെട്ടെന്ന് തന്നെ മാറാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ മസാല ടീ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ചായ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 1.5 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് പാല് എന്ന റേഷ്യോയിലാണ് ഞാൻ എടുക്കുന്നത്. വെള്ളം ഇവിടെ ഒന്ന് തിളച്ച് വരട്ടെ. അതിനുള്ളിൽ നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുക്കുന്നത്. അതിനുശേഷം 2 ഏലക്കായും കുറച്ച് കുരുമുളകും ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലുള്ള ഒരു ഉരലിലിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിതിവിടെ നല്ലപോലെ ചതച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മാറ്റാം. ഈ സമയം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഇഞ്ചി മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഇഞ്ചിയുടെയും ഏലക്കയുടെയും ഒക്കെ എസൻസ് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടീസ്പൂണാണ് ചായപ്പൊടി ചേർക്കുന്നത്. നിങ്ങളുടെ ടിക്കേഷനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ചായപ്പൊടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് 3 ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1.5 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ടിത് നല്ലപോലെ ഒരു 3 പ്രാവശ്യം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ചായ ഇവിടെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഇങ്ങനെ പത പൊങ്ങി വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഒന്ന് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് തിളപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ എസൻസൊക്കെ ഇറങ്ങി ചായ നല്ലൊരു ടിക്കേഷനും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ മസാല ടീ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ചായ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് ചൂടോടെ തന്നെ കുടിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.